ഞങ്ങളൊരു പ്രതിമയുണ്ടാക്കും, നല്ല 1-ാം നമ്പർ പ്രതിമ. ആ പ്രതിമക്ക് ഞങ്ങളൊരു പേരിടും. അതാരുടെ പേരാണ്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മദീനയുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിടുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പറയാണ്, ഈ ഈജിപ്തിലുള്ള ഒരു ടൗണിൽ ആ പ്രതിമ ഞങ്ങൾ വെക്കും, എന്നിട്ട് ആ പ്രതിമയുടെ മൂക്ക് ഞങ്ങൾ മുറിക്കും. മുഹമ്മദ് എന്ന് പേര് വെച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പേര് വെച്ച ആ പ്രതിമയുടെ മൂക്ക് ഞങ്ങൾ മുറിക്കും, ആ പ്രതിമയുടെ ചെവി ഞങ്ങൾ മുറിക്കും, ആ പ്രതിമയുടെ കഴുത്ത് ഞങ്ങൾ അരിഞ്ഞെടുക്കും, ആ പ്രതിമയുടെ നെഞ്ചകം ഞങ്ങൾ പിളരും, ആ പ്രതിമയുടെ കൈ ഞങ്ങൾ വെട്ടും, ആ പ്രതിമയുടെ കാല് ഞങ്ങൾ വെട്ടും. അങ്ങനെ കഷണം കഷണമാക്കിയിട്ട് ഞങ്ങളുടെ വേദന ഞങ്ങൾ മാറ്റും. അങ്ങനെയായാലല്ലാതെ ഞങ്ങളെ യേശുവിന്റെ മൂക്കിന് പകരമായിട്ട് ഞങ്ങൾക്കൊരിക്കലും തന്നെ പരിഹാരമില്ലെന്ന് പറഞ്ഞപ്പോ മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, എങ്കിൽ ഞാൻ അവസാനമായ ഒരു പോംവഴി നിങ്ങളോട് പറയാട്. ഞാനൊരു പോംവഴി നിങ്ങളോട് പറയുന്നത്, ഞാനൊരു മനുഷ്യനെ തരാം മുഹമ്മദ് മുസ്തഫാക്ക് പകരമായിട്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പച്ച മനുഷ്യനെ, ജീവനുള്ള മനുഷ്യനെ, ആ മനുഷ്യന്റെ മൂക്ക് നിങ്ങൾ മുറിച്ചോ, ആ മനുഷ്യന്റെ ചെവി നിങ്ങൾ എടുത്ത് മാറ്റിക്കോ, ആ മനുഷ്യന്റെ അതേ കഴുത്ത് നിങ്ങൾ നീട്ടിവലിച്ച് അവിടെ നിർത്തോ, ആ മനുഷ്യന്റെ നെഞ്ചകം നിങ്ങൾ പിളർന്നോ, ആ മനുഷ്യന്റെ കൈകളും കാലുകളും നിങ്ങൾ വെട്ടിയെടുത്തോ. ഇവർക്ക് ആവേശമായത് ആരുടേതാണ്? 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 ആ സമയത്ത് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ തന്നെയാണ്. എന്റെ ശരീരം നിങ്ങൾ വെട്ടി 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 നിങ്ങൾ മാറ്റിക്കോ. എന്റെ മുത്ത് റസൂലുള്ളാഹിനെ തരൂല, എന്റെ ഹബീബിനെ ഞാൻ വിട്ടു തരൂല. നിങ്ങൾക്ക് എന്നെ വധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ വധിക്കാൻ അവിടെ സജ്ജരായി നിൽക്കുന്ന മഹാനായ അതേ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ എത്രയാ, ഇഷ്ഖ് എത്രയാ, മഹബ്ബത്ത് എത്രയാ. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഈ സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞു പോകും. സ്വഹാബത്തിന്റെ ഹുബ്ബ് എത്രയാണ്, അവരുടെ ഈമാൻ എത്രയാണ്. അല്ലാഹുവിന്റെ ഹഖ് കൊണ്ട് ഞങ്ങൾക്കും നല്ല ഹുബ്ബ് തരണം അല്ലാ, സ്നേഹം തരണം അല്ലാ. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ പ്രശ്നമുണ്ടായി. എന്താ പ്രശ്നമെന്നറിയുമോ? ആ നാട്ടിലുള്ള ഒരു യേശുവിന്റെ പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ മൂക്കാരോ മുറിച്ചു കൊണ്ടുപോയി. പ്രഭാതമായപ്പോഴാണ് അവിടെ നിന്ന് ആരാധിക്കാൻ വരുന്നവര് കാണുന്നത് മൂക്കില്ലാത്ത പ്രതിമയാണ് കാണുന്നത്. ഇന്നാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ സഹോദരങ്ങളെ? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാന്ദർഭികമായി ഞാൻ പറയുകയാണ്, നമ്മൾ ഒരിക്കലും മതസൗഹാർദ്ദം തകരുന്ന ഒരു പണിക്കും പോകാൻ പാടില്ല. ഇസ്ലാം ഭീകരതയുടെ മതമല്ല, ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ്. ലൈസ മിന്നാ അസബിയ്യ വലൈസ മിന്നാ മൻ മാത ഫിൽ അസബിയ്യ വലൈസ മിന്നാ മൻ ഖാതല ഫിൽ അസബിയ്യ. ഭീകരവാദി നമ്മിൽപ്പെട്ടവനല്ല, ഭീകരവാദ പ്രവർത്തനത്തിൽ മരണം വരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, ഭീകരവാദ പ്രവർത്തനത്തിൽ പോരാട്ടം നടത്തുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അതേ ചാവേറുകൾ അവിടുന്ന് സഹോദരങ്ങളെ മതത്തിന്റെ പേരിൽ ചാവേറുകൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. വിശിഷ്യ മതേതരത്വ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ രാഷ്ട്രം, ഇന്ത്യ എന്ന് പറയുന്ന ഈ സുന്ദരമായ രാജ്യമുണ്ടല്ലോ, ഇതൊരിക്കലും നമ്മൾ കാരണം രക്തം വീഴാൻ പാടില്ല. നമ്മുടെ സംസാരം കൊണ്ടോ, നമ്മുടെ എഴുത്തുകൊണ്ടോ, നമ്മുടെ ചിന്ത കൊണ്ടോ, നമ്മുടെ വാക്കുകൊണ്ടോ, നമ്മുടെ ഇടപെടൽ കൊണ്ടോ ഒരു നാട്ടിലും മതസൗഹാർദ്ദം തകർന്നു പോകാൻ പാടില്ല. മതസൗഹാർദ്ദം ശക്തിപ്പെടണോ, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ ഇടപെടേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
ആ വഴിയിൽ നമ്മളെ അവിടെ നിന്ന് നയിക്കുന്ന നായകനാണ് ഇന്നത്തെ നായകനാണ്. ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ, കാന്തപുരം ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅൽ അഫിയ നമ്മെ ആ വഴിക്ക് നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏതായാലും പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്നറിയുമോ? അവിടെ മൂക്ക് പോയിരിക്കുന്നു യേശുവിന്റെ പ്രതിമയുടെ. നാട്ടിൽ അവിടെ നിന്ന് കലാപത്തിന്റെ തീക്കനൽ ഉണരുകയാണ്. അപ്പോഴത്തേക്ക് ഗവർണറായ അംർ ഇബ്നു ആസ് തങ്ങൾ സടകുടഞ്ഞേറ്റു, ജാഗരൂകരായി. അവിടുന്ന് പെട്ടെന്ന് ഈ ക്രിസ്ത്യാനികളുടെ നേതാക്കന്മാരെ മീറ്റിംഗിന് വിളിച്ചു. നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. എല്ലാവരും വന്നു. ചർച്ച തുടങ്ങി. എന്താണ് പരിഹാരം? നമുക്ക് പ്രശ്നം പരിഹരിക്കണമല്ലോ. ഇവിടെയാണ് ഇസ്ലാമിന്റെ നായകന്മാരെ നമ്മൾ കാണേണ്ടത്. പാതിരിമാര് നമ്മൾ കുറ്റപ്പെടുത്താനല്ല, പക്വപരമായ പ്രഭാഷണമായിരിക്കണം. ആരെയും വേദനിപ്പിക്കുന്ന പ്രഭാഷണം അരുത്. എല്ലാ മതത്തെയും ബഹുമാനിച്ച് ആദരിച്ച് ആരെയും വേദനിപ്പിക്കാതെ നമ്മൾ പ്രഭാഷണം നടത്താൻ ശ്രമിക്കണം. ഒരാൾ പ്രഭാഷണം കേൾക്കാൻ വരുന്നത് മനഃശാന്തിക്ക് വേണ്ടിയാണ്, മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ്. അവിടെ മുറിവേൽപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ല, അവിടെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. മതപ്രഭാഷണങ്ങൾ സ്നേഹത്തിന്റെ ഊഷ്മള പൂങ്കാവനമായി മാറണം എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ പറയുകയാണ്, ഞാനൊരു പോംവഴി പറഞ്ഞു തരാം. നിങ്ങൾ ആ മുറിക്കപ്പെട്ട മൂക്കുണ്ടല്ലോ, യേശുവിന്റെ മൂക്കിന് പകരമായിട്ട് നല്ല 1-ാം നമ്പർ മുത്തുരത്നത്തിനാളുള്ള ഒരു മൂക്ക് ഞാൻ വെച്ചു തരാം. നിങ്ങൾക്ക് പരിഹാരമാകുമോ? നിങ്ങളെ മനസ്സിന്റെ വേദനയൊന്ന് പോകുമോ? ആ സമയത്ത് ഫാദർമാര് പറഞ്ഞു, പറ്റൂല. ഞങ്ങളെ യേശുവിന്റെ മൂക്കിന് പകരം നിങ്ങൾ സ്വർണത്തിന്റെ മൂക്ക് തന്നാൽ, മുത്തുരത്നത്തിനാലുള്ള മൂക്ക് തന്നാൽ ഒരിക്കലും പറ്റൂല. അവിടെ നിന്ന് ചർച്ച വഴിമുട്ടുകയാണ്. കലാപം എരിപൊരി കൊള്ളുമെന്ന അവസ്ഥ വരുമ്പോഴാണ് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണമെന്നറിയാതെ ശങ്കിച്ചു നിൽക്കുമ്പോൾ ആ ക്രിസ്തുമതത്തിൽപ്പെട്ട ചില ആളുകൾ പറയാണ്, ഞങ്ങൾക്കൊരു പരിഹാര മാർഗമുണ്ട്. എന്താ പരിഹാര മാർഗം? ഒന്നുമില്ല, ഞങ്ങളൊരു പ്രതിമയുണ്ടാക്കും, നല്ല 1-ാം നമ്പർ പ്രതിമ. ആ പ്രതിമക്ക് ഞങ്ങളൊരു പേരിടും. അതാരുടെ പേരാണ്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മദീനയുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിടുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പറയാണ്, ഈ ഈജിപ്തിലുള്ള ഒരു ടൗണിൽ ആ പ്രതിമ ഞങ്ങൾ വെക്കും, എന്നിട്ട് ആ പ്രതിമയുടെ മൂക്ക് ഞങ്ങൾ മുറിക്കും. മുഹമ്മദ് എന്ന് പേര് വെച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പേര് വെച്ച ആ പ്രതിമയുടെ മൂക്ക് ഞങ്ങൾ മുറിക്കും, ആ പ്രതിമയുടെ ചെവി ഞങ്ങൾ മുറിക്കും, ആ പ്രതിമയുടെ കഴുത്ത് ഞങ്ങൾ അരിഞ്ഞെടുക്കും, ആ പ്രതിമയുടെ നെഞ്ചകം ഞങ്ങൾ പിളരും, ആ പ്രതിമയുടെ കൈ ഞങ്ങൾ വെട്ടും, ആ പ്രതിമയുടെ കാല് ഞങ്ങൾ വെട്ടും. അങ്ങനെ കഷണം കഷണമാക്കിയിട്ട് ഞങ്ങളുടെ വേദന ഞങ്ങൾ മാറ്റും. അങ്ങനെയായാലല്ലാതെ ഞങ്ങളെ യേശുവിന്റെ മൂക്കിന് പകരമായിട്ട് ഞങ്ങൾക്കൊരിക്കലും തന്നെ പരിഹാരമില്ലെന്ന് പറഞ്ഞപ്പോ ആശിഖുർ റസൂലായ മുഹിബ്ബുർ റസൂലായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുകയാ, അവിടെ നിന്ന് കരയുകയാ. നിങ്ങൾ പറയല്ലേ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, പക്ഷേ എന്റെ ഹബീബിനെ ഞാൻ തരൂല, എന്റെ മദീനയുടെ നായകനെ ഞാൻ തരൂല. എന്റെ ജീവിതം ഹബീബിന് വേണ്ടിയാണ്, എന്റെ ജീവിതം മദീനയുടെ രാജകുമാരന് വേണ്ടിയാണ്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, എങ്കിൽ ഞാൻ അവസാനമായി ഒരു പോംവഴി നിങ്ങളോട് പറയാട്, അവസാനമായി നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് പ്രതിമയായ മുഹമ്മദിനെയല്ല, ഞാനൊരു പോംവഴി നിങ്ങളോട് പറയുന്നത്, ഞാനൊരു മനുഷ്യനെ തരാം. മുഹമ്മദ് മുസ്തഫാക്ക് പകരമായിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പച്ച മനുഷ്യനെ, ജീവനുള്ള മനുഷ്യനെ, ആ മനുഷ്യന്റെ മൂക്ക് നിങ്ങൾ മുറിച്ചോ, ആ മനുഷ്യന്റെ ചെവി നിങ്ങൾ എടുത്ത് മാറ്റിക്കോ, ആ മനുഷ്യന്റെ അതേ കഴുത്ത് നിങ്ങൾ നീട്ടി വലിച്ചവിടെ നിർത്തോ, ആ മനുഷ്യന്റെ നെഞ്ചകം നിങ്ങൾ പിളർന്നോ, ആ
മനുഷ്യന്റെ കൈകളും കാലുകളും നിങ്ങൾ വെട്ടിയെടുത്തോ. ഇവർക്ക് ആവേശമായത് ആരുടേതാണ്. ആ സമയത്ത് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ തന്നെയാണ്. എന്റെ ശരീരം നിങ്ങൾ വെട്ടി നിങ്ങൾ മാറ്റിക്കോ. എന്റെ മുത്ത് റസൂലുള്ളാഹിനെ തരൂല, എന്റെ ഹബീബിനെ ഞാൻ വിട്ടുതരൂല. നിങ്ങൾക്ക് എന്നെ വധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ വധിക്കാൻ അവിടുന്ന് സജ്ജരായി നിൽക്കുന്ന മഹാനായ അതേ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ എത്രയാ, ഇഷ്ഖ് എത്രയാ, മഹബ്ബത്ത് എത്രയാ. അവരൊക്കെ മഹബ്ബത്തിന്റെ ലോകത്ത് അവിടുന്ന് യാത്ര ചെയ്ത് വിജയത്തിന്റെ വൈജയന്തി പാറി പറപ്പിച്ചുവെങ്കിലേ മടവൂർ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മടവൂർ മീഡിയയിൽ ഒരുമിച്ചിരുന്നുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്ത് വെച്ചും ഈ ശബ്ദം ശ്രവിക്കുന്ന ആശിഖീങ്ങളെ, മുഹിബ്ബീങ്ങളെ, നമുക്ക് ജീവൻ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വിയർപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടുന്ന് സഹോദരങ്ങളെ ഒന്നും കൊടുക്കണ്ട. നമുക്ക് സമയം കൊടുത്തുകൂടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൂടെ, ബുർദ ചൊല്ലിക്കൂടെ, ഹബീബിന്റെ മദ്ഹുകൾ പറഞ്ഞുകൂടെ, പാടിക്കൂടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.